ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ USS എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് എന്തായാലും USSന് ചോദിക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് കേട്ടോ. നമ്മൾ വെറുതെ അങ്ങ് ചെയ്തു പോവല്ല, എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലാർജസ്റ്റ് ഫ്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് അറിയാൻ മതി അല്ലേ? പല മക്കളും പല മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ മിസ് വളരെ 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 ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തന്നാലോ? അതായത് ഇവിടെ നോക്ക്, ഇവിടെ ഡിനോമിനേറ്റർ ഒക്കെ എന്താണ്? ഈക്വൽ ആണ് അല്ലെ? ഡിനോമിനേറ്റർ എല്ലാം ഛേദങ്ങളെല്ലാം 8 വരുന്നത്. അങ്ങനെ ഛേദങ്ങളെല്ലാം തുല്യമാണെങ്കിൽ നമ്മളുടെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും എന്ന് വെച്ചാൽ നമ്മളുടെ ന്യൂമറേറ്റർ ഏറ്റവും വലുതുള്ളവനായിരിക്കും. അതായത് ഇവിടെ ന്യൂമറേറ്റർ നോക്ക്, 3, 5, 7, 1 ഏറ്റവും വലുതാരാണ്? ഇതിൽ 7 അല്ലെ? അതായത് ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഇവനാണ്. 7/8 ആണ് ഏറ്റവും ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, which of the following is the smallest fraction? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്ക്, 3/8 ഉണ്ട്, 5/8 ഉണ്ട്, 7/8, 1/8. നേരത്തെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ്? സ്മോളസ്റ്റ്, ചെറുത് ഏതാന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? വലുത് എന്ന് പറയുന്നത് വലിയ ന്യൂമറേറ്റർ ഉള്ളത്, ചെറുത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെറിയ ന്യൂമറേറ്റർ ഉള്ളവനായിരിക്കും. അതായത് ഇതിൽ ഏതാ ചെറിയ ന്യൂമറേറ്റർ? ഇതാണ് അല്ലെ? അതായത് 1/8 ആയിരിക്കും ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ, ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യണ്ടേ? അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇത് സെറ്റ് ആണെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് മിസ്സിനെ അറിയാം. എന്നാലും ആർക്കെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിലടാ പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, which of the following is the largest fraction? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 1/8, 1/2, 1/6, 1/4. ഇതിന്റെ പ്രത്യേകത എന്താടാ? ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ ഫ്രാക്ഷൻസിന്റെ? നോക്ക്, ഇതിലെല്ലാത്തിലും ന്യൂമറേറ്റർ ഈക്വൽ ആണ് അല്ലെ? ഇവന്മാരെല്ലാരെയും ന്യൂമറേറ്റർ ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ചെയ്തതിന്റെ വിപരീതമാണ്. അതായത് ഇവിടെ നോക്കുക, ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും നമ്മളുടെ എന്ത്? ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് 8, 2, 6, 4 ഏതാണ് ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ? 2 അല്ലെ? അതായത് നമ്മളുടെ ഏറ്റവും ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, 1/2 ആണ് നമ്മളുടെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതെന്തായിരിക്കും? സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതായിരിക്കും? ഇവരിൽ സ്മോളസ്റ്റ് ആരായിരിക്കും? എന്തായിരിക്കും? ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ളവനായിരിക്കും അല്ലെ? അതായത് ഏറ്റവും വലുത് 8 അല്ലേ? 1/8 ആണ് എന്ത്? നമ്മളുടെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? അപ്പൊ ഇങ്ങനെ ഒരുപാട് ട്രിക്കുകളിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് വരുന്ന ലൈവ് ക്ലാസ്സുകളിലൂടെ ഒക്കെ പഠിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം, അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിലായിരിക്കും നിങ്ങൾക്ക് എപ്പോഴാണ് ലൈവ് ഉള്ളത്, എപ്പോഴാണ് നമ്മൾ ലൈവായിട്ട് വരുന്നത്, സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ എന്തിലുണ്ട്? നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുണ്ടാവും. നിങ്ങൾക്ക് USSന് വേണ്ട മുഴുവൻ സ്റ്റഡി ടിപ്സും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് USS എക്സാം വാങ്ങണം, USS സ്കോളർഷിപ്പ് വാങ്ങണം, സെറ്റാക്കണം, അടിപൊളിയാക്കണം. അപ്പൊ എല്ലാവരും സെറ്റാണ്, റെഡി ആണെങ്കിൽ ഒന്നുകൂടെ പറയാം വേടാ, നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പോയി തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ മിസ് മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.